വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. HSA ഇംഗ്ലീഷ് എക്സാമിന് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യും എന്നൊരു ടെൻഷനിലാണ് ഉദ്യോഗാർത്ഥികൾ. ഡിസ്ട്രിക്ട് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഡിസ്ട്രിക്ട് സെലക്ഷൻ മാത്രമാണ് ഒരു നിർണായക ഘടകം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് HSA ഇംഗ്ലീഷ് എന്ന എക്സാം, വളരെ ട്രിക്കി ആയിട്ടുള്ള ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ പഠനമാണ് ഏറ്റവും മുഖ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവുക. HSA ഇംഗ്ലീഷിന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റ് നമ്മളുടെ മുന്നിലുണ്ട്. മെയിൻ ലിസ്റ്റിലും സപ്ലിയിലുമായിട്ട് 1416 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിലൊക്കെ നമ്മളുടെ സ്റ്റുഡൻസ് ആണ് ഉള്ളത് എന്നതാണ്. നമുക്ക് അവർക്കും ജോലി കിട്ടണം, അവർക്കും പെട്ടെന്ന് തന്നെ നിയമനം ലഭിക്കണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 562 പേരാണ്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2026 കൂടിയാണ്, ജൂൺ 26 ജൂണോട് കൂടിയൊക്കെയാണ് അവസാനിക്കുക. അപ്പോൾ അതിനുള്ളിൽ നമ്മളുടെ പോസ്റ്റ് ക്രിയേഷൻ ഒക്കെ നടക്കട്ടെ, കോടതി വിധി നടപ്പിലാക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് തോട്ടോട് കൂടി തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോവാം. ഡിസ്ട്രിക്ട് സെലക്ഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസ്ട്രിക്ട് സെലക്ഷനിലോട്ട് നിങ്ങൾ എത്തുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഡിസ്ട്രിക്റ്റിൽ അവസാനത്തെ കട്ട് ഓഫ് എന്തായിരുന്നു, ലാസ്റ്റ് എക്സാമിലെ കട്ട് ഓഫ് എന്തായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ ഞാൻ യോഗ്യയാണോ, അല്ലെങ്കിൽ ഞാൻ യോഗ്യനാണോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ പഠനത്തിൽ വരുത്തേണ്ടത്, എത്ര സമയം ഇനി എൻ്റെ മുന്നിലുണ്ട് എന്നതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരു മിനിമം, ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ നേടേണ്ട മിനിമം യോഗ്യതയാണ്, അല്ലെ? മിനിമം മാർക്കാണ് ഈ ഇപ്പോൾ മലപ്പുറത്തെ 57.3 എന്ന് പറയുന്നത്, 33 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള കുട്ടികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മലപ്പുറത്ത് 152 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 152 എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ചെറിയ നമ്പർ മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. വളരെ ചെറിയ റാങ്ക് ലിസ്റ്റുകളാണ് മെയിൻ ലിസ്റ്റില്. റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ വളരെ കുറവ് ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നത് കഴിഞ്ഞ HSA ഇംഗ്ലീഷ് എക്സാമിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്നവർക്ക് മാത്രമാണ് HSA ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഞാനത് എടുത്തു പറയുന്നു. അല്ലാതെ ജസ്റ്റ് ഒരു നമ്മളൊരു കോച്ചിങ് സെന്ററിൽ ചേർന്നു, ഞാൻ എന്തൊക്കെയോ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. 500 കുട്ടികളെ അവരുടെ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ഈ വിജയം എന്ന് പറയുന്നതല്ല എക്സ്പീരിയൻസ്, തോൽവികൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന കുട്ടികളൊന്നും റാങ്ക് ലിസ്റ്റിൽ അന്ന് വന്നില്ല. അതെന്താണ്? പക്ഷേ നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത കുട്ടികളൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ അതില് കുറച്ച് ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജില്ല എന്നത് ഒരു ഘടകം മാത്രമാണ്, പഠിക്കുക എന്നതാണ് മെയിൻ. ഇവിടെ ട്രിവാൻഡ്രം 56 ആണ്, അത് മിനിമം ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മാർക്കാണ് 56 എന്ന് പറയുന്നത്. 31 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ കണ്ണൂർ കട്ട് ഓഫ് മാർക്ക് 54.33 ആണ്, 30 പേരാണ്. നോക്കൂ, എത്ര കുറച്ച് പേരാണ് ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ പാലക്കാട് 54 ആണ്, 76 പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇനി കൊല്ലം 54.33 ആണ്, 49 ആണ് അവിടെ. ആലപ്പുഴ 52 ആണ്, 10 പേര് മാത്രമായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ കാസർഗോഡ് 52 ആണ്, 59 ആയിരുന്നു അവിടുത്തെ മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് എത്തുമ്പോൾ 50 കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ വന്നു. വയനാട് 51.67, 41 കാൻഡിഡേറ്റ്സ് മാത്രം വന്നു. അതുപോലെ കോട്ടയം 52.67, 10 കാൻഡിഡേറ്റ്സ് മാത്രം. അപ്പോൾ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് അടുത്ത പ്രാവശ്യം ഇതിലും ചുരുങ്ങും.
ചിലപ്പോൾ 5 പേര് മാത്രമായിരിക്കാം ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഫേസ് ചെയ്യാൻ പാകത്തിനായിരിക്കണം നിങ്ങളുടെ പഠനം നിങ്ങൾ സജ്ജമാക്കേണ്ടത്. ഈ ഒരു കട്ട് ഓഫിന് മീറ്റ് ചെയ്യണം. ഈ കട്ട് ഓഫ് കാണുമ്പോൾ ഇതാണ് കട്ട് ഓഫ്, ഒരു 60 റേഞ്ചിൽ പഠിക്കാം അല്ലെങ്കിൽ ഒരു 70 റേഞ്ചിൽ പഠിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ടോപ്പ് 5-ൽ എത്താനായിട്ട് സാധിക്കില്ല. ടോപ്പ് 5 എന്ന് പറയുന്നത് ഒരു 85 എബവ് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. 85 എബവ് നേടുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ ടോപ്പ് 5, അത് ഏത് ജില്ലയും ആയിക്കോട്ടെ, അതിലെത്താനായിട്ട് സാധിക്കുക. കാരണം കോമ്പറ്റീഷൻ ടഫ് ആണ്. സിലബസ് ഇനി ചേഞ്ച് ആകും എങ്കിൽ മാത്രം നമ്മൾക്ക് കട്ട് ഓഫ് കുറച്ചുകൂടി കുറയും എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സിലബസ് തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് കൂടുതലായിരിക്കും. 85-90 റേഞ്ചിൽ പഠിച്ചോ, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനും അടുത്ത പോസ്റ്റ് ക്രിയേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമന സാധ്യതകൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കാനായിട്ടുള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ ടോപ്പ് 5-ലാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇനി നമ്മൾക്കൊരു കട്ട് ഓഫ് കമ്പാരിസൺ, ഈ കട്ട് ഓഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം. അതായത് 2017 മലപ്പുറം 53 ആയിരുന്നു 2017-ലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിൽ നിന്നും 4 മാർക്കിന്റെ വ്യത്യാസം അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ 4 മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ 85-ഓ 90-ഓ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ഇപ്പൊ കാസർഗോഡ് ആണെങ്കിലും നിങ്ങൾക്ക് കട്ട് ഓഫ് ഉയരുന്നത് കാണാം, കോഴിക്കോട് ആണെങ്കിലും കട്ട് ഓഫിന്റെ ആ ഒരു ഉയർച്ച കാണാം. കണ്ണൂർ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നു, 41-ൽ നിന്നും 54-ലോട്ട്. ഈ 2023-ലെ കട്ട് ഓഫിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യം, ഇത് കൊറോണ സമയം കൂടിയായിരുന്നു. ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് ഇവരെല്ലാം. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ പാലക്കാട് 49-ൽ നിന്നും 54. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, സാഹചര്യം ഒന്നും ഇവിടെ ഒരു എലിമെന്റ് ആയിട്ട് വരുന്നില്ല. ഏത് സാഹചര്യത്തെയും മറികടന്ന് പഠിച്ചു മുന്നേറാൻ സാധ്യതയുള്ള കുട്ടികളാണ് നിങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. വയനാട് 43-ൽ നിന്നും 51, തൃശ്ശൂർ 47-ൽ നിന്നും 53. ഒരു ജില്ലയിലും കട്ട് ഓഫ് കുറഞ്ഞിട്ടില്ല, കട്ട് ഓഫ് കൂടിയിട്ടേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു കമ്പാരിസണിൽ നിന്നും നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. എറണാകുളം ആ ഒരു കട്ട് ഓഫ് ഒന്ന് ആരെങ്കിലും കമന്റ് ചെയ്യുക. 2023-ലെ 49.67 ആണ് 2017-ലെ. ആലപ്പുഴ 47-ൽ നിന്നും 54 ആയി. 49-ൽ നിന്നും 54 കൊല്ലം. കോട്ടയം 46, 52. പത്തനംതിട്ട 34-ൽ നിന്നും 49, ഒരു വലിയൊരു മാറ്റമാണ് അല്ലെ മറ്റൊരു ജില്ല. അതുപോലെ 49-ൽ നിന്നും 56 ട്രിവാൻഡ്രം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പാരിസൺ. അപ്പൊ ഈ കമ്പാരിസണിൽ നിന്നും നിങ്ങൾ ഇത് കണ്ടിട്ട് 4 മാർക്കിന്റെ വ്യത്യാസമേ വന്നുള്ളൂ എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും 2021, 22, 23 എന്നൊക്കെ പറയുമ്പോൾ കൊറോണ ആ ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. ആ കാലഘട്ടത്തിലും അത്രയും സിവിയർ ആയിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളെ മറികടന്ന് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മാർക്ക് കൂടുതൽ മേടിച്ചിട്ടുള്ള കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. 2025-ലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, നിങ്ങൾ കട്ട് ഓഫ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. കട്ട് ഓഫ് അതായത് മിനിമം മാർക്ക്, മിനിമം സ്കോർ, ഏറ്റവും മിനിമം ആയിട്ട് കുട്ടികൾ സ്കോർ ചെയ്യാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് 65 ആയിരിക്കും. 65 സെയിം സിലബസ് ആണെങ്കിൽ ഒരു 65 റേഞ്ചിൽ അവര് കട്ട് ഓഫ് വരും. ഈ 65 കുറിച്ചിട്ടോളൂ, 65 ആയിരിക്കും. ഈ 65 എബവ്. അപ്പൊ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു 90 റേഞ്ച്, 85 to 90 അല്ലെങ്കിൽ 90 എബവ്. ഓക്കെ, അപ്പൊ 85 to 90 ഒക്കെ മേടിക്കുമ്പോൾ ഒരു 20 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് റാങ്ക് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി 90 എബവ് ഒക്കെ മേടിക്കുവാണെങ്കിൽ ടോപ്പ് 5-ലൊക്കെ എത്താം. അപ്പൊ റാങ്ക് ലിസ്റ്റില് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ നമ്മളുടെ സാധ്യതയെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജില്ല എത്ര അഡ്വൈസസ് പോയിട്ടുണ്ട്, അതിൽ റിസർവേഷൻ കാറ്റഗറികളിലോട്ടുള്ള അഡ്വൈസസ് എത്ര, ഓപ്പൺ കോമ്പറ്റീഷൻ എത്രയാണ് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ
റാങ്കിന്റെ ക്രമത്തിലല്ല നമുക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ ഫ്രഷേഴ്സ് ഉണ്ടാകും, അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. റാങ്കിന്റെ ക്രമത്തിലല്ല നമ്മൾക്ക് അപ്പോയിന്റ്മെന്റ്സ് ലഭിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ 100 വേക്കൻസി ഉണ്ട്, 1 മുതൽ 100, അല്ലെങ്കിൽ ഇപ്പോൾ 10 ആണെന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 10 ഇങ്ങനെ ആദ്യത്തെ ആളെ എടുത്തു, രണ്ടാമത്തെ ആളെ എടുത്തു, പിന്നെ 3, അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മളുടെ റൊട്ടേഷൻ ചാർട്ടും അതൊക്കെ അതിന്റെ മറ്റു ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ ജനറൽ കാറ്റഗറി, അതായത് ഓപ്പൺ കോമ്പറ്റീഷന് 50, ഓപ്പൺ കോമ്പറ്റീഷന് 40, അതുപോലെ EWSന് 10. ഓക്കെ, ഓപ്പൺ കോമ്പറ്റീഷൻ 40, പിന്നെ EWSന് 10% വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ റിസർവേഷൻ കാറ്റഗറിക്കാണ് ബാക്കി 50%. ഓക്കെ, റിസർവേഷൻ കാറ്റഗറിക്കാണ് ബാക്കി 50% പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ ഡിവിഷൻസ് വരിക. 40% ഓപ്പൺ കോമ്പറ്റീഷന് കൊടുക്കുന്നു, 10% അതിൽ EWSന് കൊടുക്കുന്നു, പിന്നീട് റിസർവേഷൻ ബാക്കി 50% റിസർവേഷൻ കാറ്റഗറിക്കാണ്. അപ്പൊ റിസർവേഷൻ കാറ്റഗറിയിൽ നമ്മളുടെ ഈഴവ, തീയ, ബില്ല ആ ഒരു കാറ്റഗറിക്ക് 14% ആണ് റിസർവേഷൻ വരുന്നത്, 14% റിസർവേഷൻ. മുസ്ലിം 12%, വിശ്വകർമ്മ 3%, LC ലാറ്റിൻ കാത്തലിക് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ 4%, SIUC നാടാർ 1%, ധീവര 1%, ഹിന്ദു നാടാർ 1%, പിന്നെ OX കൺവേർട്ടഡ് ആയിട്ടുള്ള അതും 1%, അങ്ങനെ SC 8%, ST 2%. ഈ രീതിയിലാണ് നമ്മളുടെ റിസർവേഷന്റെ പെർസെന്റേജ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. തെറ്റില്ല ഇരിക്കാം, എന്നാലും എന്തെങ്കിലും തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസില് നമ്മൾക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ ഹൈസ്കൂൾ അസിസ്റ്റന്റ് പാലക്കാട് ടോട്ടൽ പോയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് 25 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 15/7/2024 വെച്ച് 25 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ, നമ്മൾ ഓപ്പൺ കാറ്റഗറി എന്നൊക്കെ പറയൂ, അതല്ല കേട്ടോ, ഇത് ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. ഓപ്പൺ കോമ്പറ്റീഷൻ 14 ആണ് കേട്ടോ, 14 പോയിട്ടുള്ളത്. ഓപ്പൺ കോമ്പറ്റീഷൻ 14. EWS 14ാമത്തെ റാങ്ക് വരെയുള്ള ആളെ നിയമിച്ചു, 14ാമത്തെ ആളെ വരെ നിയമിച്ചു, എടുത്തു എന്നാണ്. EWS 45, 5ാമത്തെ വ്യക്തിയെയും, മുസ്ലിം 13, ഈഴവ 17. ഇത് ജസ്റ്റ് ഒരു റഫാണ്. ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 1. ഓക്കെ, ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് HST പാലക്കാടിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. എപ്പോഴും ഞാൻ പറഞ്ഞു, പഠിക്കുക എന്നതാണ് മുഖ്യം, അല്ലാതെ നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു ഇനി ഞാൻ സേഫ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ 25 അഡ്വൈസ് എന്തായാലും പോയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ജില്ല തന്നെയാണ് പാലക്കാട്. ഇനി മലപ്പുറം എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ജില്ലയാണ് അല്ലെ. ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 41 10/6/2024. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 22ാമത്തെ ആളെ വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 22. അതിൽ EWS 112 വരെ പോയിട്ടുണ്ട്. മുസ്ലിം 25 വരെ, ഈഴവ 33, SC 108ാമത്തെ ആളെ, അതുപോലെ ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാളെ, LC ആംഗ്ലോ ഇന്ത്യൻ വരുന്നത് 72 ആ ഒരു റാങ്ക് നേടിയ വ്യക്തി, അതുപോലെ OBC 22nd റാങ്ക് നേടിയവരെ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മലപ്പുറം. അടുത്തത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് 28 ആണ്. 24/12/2024 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 16ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. EWS 28 വരെ, മുസ്ലിം 17, ഈഴവ 27, SC 2 സപ്ലിമെന്ററി ലിസ്റ്റ്, LC ആംഗ്ലോ ഇന്ത്യൻ 11 വിത്തിൻ OC, അതുപോലെ തന്നെ OBC 9ാമത്തെ റാങ്ക് വിത്തിൻ OC തന്നെയാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് കാസർഗോഡിന്റെ ഒരു പിക്ചർ. 28 അഡ്വൈസ് പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ അഡ്വൈസിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ റിസർവേഷൻ ഒന്ന് ജസ്റ്റ് അറിയണമെങ്കിൽ താഴെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി കോഴിക്കോട് ജില്ലയിലോട്ട് വരുമ്പോൾ അഡ്വൈസ് വളരെ കുറവാണ് പോയിട്ടുള്ളത്. 5 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറി രണ്ടാമത്തെ ആൾ വരെ, EWS 6, മുസ്ലിം 15, ഈഴവ 4, OBC 9 വിത്തിൻ OC ആണ് പോയിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് ജില്ല ഒരു പോസിറ്റീവ് സിഗ്നൽ തരുന്ന ഒരു ജില്ലയല്ല. നമ്മൾ പൊതുവെ വടക്കൻ ജില്ലകളാണ് ഏറ്റവും സേഫ് എന്ന് നമ്മൾ വിചാരിക്കും. അതിൽ കോഴിക്കോട് ജില്ലയിലെ അഡ്വൈസിനെ കുറിച്ച് എല്ലാവരും ഒന്ന് അവെയർ ആകുക. ഓക്കെ, കോഴിക്കോട്. ഇനി കണ്ണൂരോട്ട് വരുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 15 ആണ്. 2/11/2024 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ 6ാമത്തെ ആള്, അതുപോലെ തന്നെ EWS നമ്മളുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാളെ എടുത്തു. മുസ്ലിം 12, ഈഴവ 13, അതുപോലെ OBC 4 വിത്തിൻ OC ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണൂര് കുറച്ചുകൂടി പോസിറ്റീവ് ആണ്, 15 ആണ്, 15ൽ നിൽക്കുന്നു. ഇനി വയനാട് എന്ന് പറയുമ്പോൾ ടോട്ടൽ അഡ്വൈസ് വളരെ കുറവാണ്, 8 ആണ്. 12/6/2024 അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 4ാമത്തെ ആളെ എടുത്തിട്ടുണ്ട്. EWS വിത്തിൻ OC ഒരാൾ വരുന്നു. ഈഴവ 4 വരെ, അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും SC, OBC 10ാമത്തെ ആളെ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വയനാട് ഇങ്ങനെയാണ് ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും പോസിറ്റീവ് ഇതായിട്ടുള്ള ഒരു ജില്ലയല്ല. കാരണം 6 അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളത്. ഇനി ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ 2 ആണ്. EWS സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാളെ, ഈഴവ ഒരാള്, SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒരാള്, ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എറണാകുളം നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു നിമിഷമാണ്. ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. നിയമനം നടക്കാത്തൊരു ജില്ലയാണ് ഇതുവരെ. നമ്മളുടെയൊക്കെ സ്റ്റുഡൻസ് ഈ ലിസ്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിയമനം നടക്കട്ടെ. ഇനിയുള്ള സമയം ഈ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അവസരം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോട്ടയം അതുപോലെ തന്നെ ഒരു അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്, 18/10/2023. അവിടെയും നമുക്കൊരു പോസിറ്റീവ് സിഗ്നൽ അല്ല കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആലപ്പുഴ 4 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ 2 ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. ഒന്ന് മുസ്ലിം വിത്തിൻ OC, ഒന്ന് DA/LD കാറ്റഗറി നിന്നും ഒരു അഡ്വൈസ് ഉണ്ട്. വിശ്വകർമ്മ 6th റാങ്ക് കിട്ടിയിട്ടുള്ള വ്യക്തി വരെയാണ് പോയിട്ടുള്ളത്. ഇനി പത്തനംതിട്ട അഡ്വൈസ് 0 ആണ്. അവിടെയും നമ്മൾ നേരത്തെ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ഇവിടെയൊക്കെ വളരെ എന്താ പറയുക, ഒരു കുറവ് നിയമനങ്ങൾ, ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട, എറണാകുളം, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം. ഓക്കെ, കൊല്ലം 16 അഡ്വൈസ് പോയിട്ടുണ്ട്. കണ്ണൂര് പോലെ തന്നെയാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കോമ്പറ്റീഷൻ 5 വരെ, EWS 26 വരെ, മുസ്ലിം 9, ഈഴവ 10, ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 1, അതുപോലെ LCAI 5, വിശ്വകർമ്മ 4 ഇൻ OCയിൽ തന്നെ, അതായത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് തന്നെ വിത്തിൻ ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 1. ഇടുക്കി, അവിടെയും നമുക്ക് അഡ്മിഷൻസ് വളരെ കുറവാണ്. ഇവിടെ ഒരു അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളത്. ഇനി ട്രിവാൻഡ്രം 23 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ ഒരു പോസിറ്റീവ് സിഗ്നൽ തരുന്ന 2 ജില്ലകളാണുള്ളത്. അത് കൊല്ലം, തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ നമ്മൾ വടക്കൻ ജില്ലകളിൽ ഏറ്റവും നമുക്ക് അഡ്വൈസ് കുറവ് പോയിട്ടുള്ളത് കോഴിക്കോടാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തെക്കൻ ജില്ലകളിൽ നോക്കുമ്പോൾ അത് തിരുവനന്തപുരം ഒക്കെ ഒരു പോസിറ്റീവ് സിഗ്നൽ തരുന്ന ഏരിയകളാണ്. തിരുവനന്തപുരം ആണെങ്കിലും കൊല്ലം ആണെങ്കിലും. ഓപ്പൺ കോമ്പറ്റീഷൻ 12, EWS 12 വരെ പോയിട്ടുണ്ട്. മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് 2, ഈഴവ 28 വരെ, അതുപോലെ നമ്മളുടെ SC കാറ്റഗറിയിൽ നിന്നും SCയിൽ നിന്നും സപ്ലിമെന്ററി 1, LCAIയിൽ നിന്നും 5 വരെ പോയിട്ടുണ്ട്. വിശ്വകർമ്മ 20ാമത്തെ ആളെ വരെ എടുത്തിട്ടുണ്ട്. ഹിന്ദു നാടാർ ആരെ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രിവാൻഡ്രം വരെയുള്ള ഒരു അഡ്വൈസിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് ജില്ല തിരഞ്ഞെടുക്കണം എന്നത്
അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രയോറിറ്റീസ് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കും അല്ലേ? എല്ലാവരുടെയും പ്രയോറിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലവർക്ക് സ്വന്തം വീടിന്റെ അടുത്ത് സ്കൂൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം ജില്ല സെലക്ട് ചെയ്യുന്നവർ കാണാം. പക്ഷെ എവിടെയും പോയി വർക്ക് ചെയ്യാനായിട്ട് തൽപരരായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം. അവർക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ പ്രയോറിറ്റീസ് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. പേഴ്സണൽ പ്രയോറിറ്റീസ് എന്താണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ജില്ലകളിലൂടെ ഈ ഒരു അഡ്വൈസ് പോയിട്ടുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക. അതിലൊന്നും അതിൽ ഒരു 25% മാത്രമാണ് ഈ ഒരു റാങ്ക് നിർണ്ണയിക്കാൻ ഒരു ഡിസ്ട്രിക്റ്റിന് സാധിക്കുക എന്ന് മനസ്സിലാക്കുക. ബാക്കി 75% എന്തായാലും നമ്മൾ തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ വടക്കൻ ജില്ലകളിലെ ഏറ്റവും കുറവ് പോയിട്ടുള്ളത് കോഴിക്കോടും, നമ്മളുടെ തെക്കൻ ജില്ലകളിലെ നമ്മൾ എന്താ പറയുക റെഡ് കാറ്റഗറിയിലോട്ട് നമ്മൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ഓക്കെ, ഇത്രയും ജില്ലകൾ റെഡ് ജില്ലകളായിട്ട് പെടുത്തുന്നു. പക്ഷെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആലപ്പുഴയൊക്കെ പോസിറ്റീവ് ഇതായിട്ട് വരേണ്ട ജില്ലകളാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ കൂടി ചിന്തിക്കുക. അപ്പോൾ ഇവിടെ കോഴിക്കോട്, പിന്നെ മലപ്പുറം എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ വളരെ ടഫാണ്. നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞിട്ട് വേണം മലപ്പുറം ഓപ്റ്റ് ചെയ്യാനായിട്ട്. മലപ്പുറം ഓപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ മലപ്പുറം ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ തെക്കൻ ജില്ലകളൊന്നും അപ്ലൈ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവർ ട്രിവാൻഡ്രം, കൊല്ലം ഒക്കെ പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് തരുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ട്രിവാൻഡ്രം, കൊല്ലം, കണ്ണൂര് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ പാലക്കാട് പോലെ തന്നെ നിൽക്കുന്നു. പാലക്കാടിൽ നടന്നിട്ടുള്ള അത്രയും അഡ്വൈസ് തന്നെ ഇവിടെയും പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജില്ലയുടെ സ്ഥിതി വിശേഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇതൊന്നുമല്ല, 25% മാത്രമാണ് ഡിസ്ട്രിക്റ്റിന് എന്തെങ്കിലും ഒരു റോള് ഈ ഒരു HSC എക്സാമിന് പ്ലേ ചെയ്യാൻ പറ്റുക. കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങളൊന്ന് ബോധവാന്മാരാകുക. കാരണം കട്ട് ഓഫ് ഉയരും. കാരണം നമ്മളിപ്പോ കൊറോണ കാലത്തൊന്നും അല്ല ജീവിക്കുന്നത്. ബുക്സ് അവൈലബിൾ ആണ്. ആ ഒരു കാലഘട്ടത്തില് ഈ ആപ്പിന്റെ ഒക്കെ ഒരു റെവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞു അല്ലെ? ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ആണ്. പണ്ട് യൂട്യൂബ് ചാനലുകൾ ഫ്ലറിഷ് ചെയ്തതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് നമ്മൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെയും പറഞ്ഞൊരു 65 മിനിമം മാർക്ക് നേടുന്ന കുട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാർഗറ്റ് എന്തായിരിക്കണം? ഈ 65 ഒന്നും നോക്കി പോയിട്ട് ഒരു കാര്യവുമില്ല. ടാർഗറ്റ് ഒരു 85 to 90 ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് നേടാൻ പറ്റുക? റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഇവിടെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നറിയാത്ത ഒരുപാട് ഫ്രഷേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒരു കോച്ചിങ് അത്യാവശ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ജനറൽ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മളുടെ ഓരോരോ മോഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം, MCQs എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, ഏത് രീതിയിൽ ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യണം. ഡിഗ്രി ലെവലിൽ പഠിച്ചതുപോലെ മതിയോ? BAക്കൊക്കെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടിരുന്ന ഒരു നോവൽ വായിച്ച് ആസ്വദിച്ച്, ഇപ്പോൾ വുതറിംഗ് ഹൈറ്റ്സ് ഒക്കെ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ വായിച്ച്, അല്ലെങ്കിൽ ഗ്ലാസ് മെനേജറി ആകട്ടെ, അതൊക്കെ അങ്ങനെ വായിച്ച് പോയാൽ മതിയോ? അത് മതിയോ? ഏത് അപ്രോച്ച് ആണ്? ഇതൊരു കോമ്പറ്റീഷൻ ബേസ്ഡ് എക്സാം ആണ് അല്ലെ? ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അത് ഒരേ ലെവലിലുള്ള, ഒരേ ഏജിലുള്ളവരല്ല, പല രീതിയിലുള്ളവരാണ്, പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, പല കാലിബർ ഉള്ളവരാണ്. ആ ഒരു രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുക. ഈ നെഗറ്റീവ്സിന്റെ ഇടയിൽ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിൽ എത്തി ആ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ കൂടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.